എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ഇവിടെ നോക്കുന്നത് 2026 മാർച്ച് മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സുമാണ്. അതിൻ്റെ പാർട്ട് 1 നാം കഴിഞ്ഞ വീഡിയോയിൽ നൽകിയിരുന്നു. അതിൽ ബാക്കിയുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സും ഇന്നത്തെ വീഡിയോയിൽ നാം നൽകുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം: 2026 രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയ ടീം. 2026 രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയ ടീം. ഉത്തരം: ജമ്മു ആൻഡ് കാശ്മീർ. അടുത്ത ചോദ്യം: ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ്. ഉത്തരം: പ്രജന്റ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് എവിടെ? ഉത്തരം: ബ്രഹ്മപുരം. ബ്രഹ്മപുരത്താണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം: ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയ കേരളത്തിലെ മുനിസിപ്പാലിറ്റി. ഉത്തരം: വർക്കല. വർക്കല മുനിസിപ്പാലിറ്റിയാണ് ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയ കേരളത്തിലെ മുനിസിപ്പാലിറ്റി. ഓപ്പറേഷൻ ഗസബ് ലിൽഹഖ് എന്ന സൈനിക നീക്കം നടത്തിയ രാജ്യം. ഉത്തരം: പാകിസ്ഥാൻ. പാകിസ്ഥാൻ നടത്തിയ ഓപ്പറേഷനാണ് ഗസബ് ലിൽഹഖ് എന്ന സൈനിക നീക്കത്തിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം: ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരതാ നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഉത്തരം: ശ്രീകണ്ഠപുരം. ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരതാ നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരസഭയാണ് ശ്രീകണ്ഠപുരം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം. ഉത്തരം: തമിഴ്നാട്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് നിലവിൽ വന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ്. അടുത്ത ചോദ്യം: ഉൾക്കടലിൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഫിഷറീസ് വകുപ്പ് യാനങ്ങളിൽ സ്ഥാപിച്ച സംവിധാനത്തിന്റെ പേര്. ഉത്തരം: നഭ്മിത്ര. നഭ്മിത്ര എന്ന സംവിധാനമാണ് ഉൾക്കടലിൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഫിഷറീസ് വകുപ്പ് യാനങ്ങളിൽ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം: US ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണത്തിന്റെ കോഡ് നെയിം എന്താണ്? നമുക്കറിയാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന US ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണത്തിന്റെ കോഡ് നെയിമാണ് ഓപ്പറേഷൻ ട്രൂത്ത്ഫുൾ പ്രോമിസ് 4. ഓപ്പറേഷൻ ട്രൂത്ത്ഫുൾ പ്രോമിസ് 4. അടുത്ത ചോദ്യം: 1 മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരം ഏത്? ഉത്തരം: വാരണാസി. 1 മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരമാണ് വാരണാസി. അടുത്ത ചോദ്യം: തുടർച്ചയായി 2ാം വർഷവും മികച്ച വിമാനത്താവളത്തിനുള്ള ഗ്ലോബൽ 2025 ASQ അവാർഡ് നേടിയത് ഏത് വിമാനത്താവളമാണ്? ഉത്തരം: മംഗളൂരു വിമാനത്താവളം. തുടർച്ചയായി 2ാം വർഷവും മികച്ച വിമാനത്താവളത്തിനുള്ള ഗ്ലോബൽ ASQ അവാർഡ് നേടിയത് കർണാടകയിലെ മംഗളൂരു വിമാനത്താവളമാണ്. അടുത്ത ചോദ്യം: പ്രശസ്ത ഗായകൻ KJ യേശുദാസിന്റെ ജന്മഗൃഹം ഏറ്റെടുത്ത് സംഗീത മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ച നഗരസഭ ഏത്? ഉത്തരം: കൊച്ചി നഗരസഭ. പ്രശസ്ത ഗായകൻ KJ യേശുദാസിന്റെ ജന്മഗൃഹം ഏറ്റെടുത്ത് സംഗീത മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ച നഗരസഭയാണ് കൊച്ചി നഗരസഭ. ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ AMMA മികച്ച പൊതുമേഖലാ സ്ഥാപനത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഏത്? ഉത്തരം: കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷന്റെ മികച്ച പൊതുമേഖലാ സ്ഥാപനത്തിനുള്ള അവാർഡ് ലഭിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. അടുത്ത ചോദ്യം: കേരളത്തിലെ അന്വേഷണ സംഘം ഫിംഗർ പ്രിന്റിനൊപ്പം DNA കണ്ടെത്താൻ സഹായിക്കുന്ന ജൈവ പൊടി സാങ്കേതിക വിദ്യക്ക് നൽകിയ പേര് എന്താണ്? ഉത്തരം: നാനോ സിൽവർ ഫിംഗർ പ്രിന്റിംഗ് പൗഡർ. കേരളത്തിലെ അന്വേഷണ സംഘം ഫിംഗർ പ്രിന്റിനൊപ്പം DNA കണ്ടെത്താൻ സഹായിക്കുന്ന ജൈവപ്പൊടി സാങ്കേതിക വിദ്യയ്ക്ക് നൽകിയ പേര് എന്താണ്? ഉത്തരം: നാനോ സിൽവർ പ്രിന്റിംഗ് പൗഡർ. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ദൈർഘ്യമേറിയ 2ാമത്തെ ട്വിൻ ട്യൂബ് ടണൽ ഏതാണ്? ഉത്തരം: കോഴിക്കോട് വയനാട് ഇരട്ടത്തുരങ്കം.
ഇന്ത്യയിലെ തന്നെ ദൈർഘ്യമേറിയ രണ്ടാമത്തെ ട്വിൻ ട്യൂബ് ടണലാണ് കേരളത്തിൽ വരുന്ന കോഴിക്കോട് വയനാട് ഇരട്ട തുരങ്കം. അടുത്ത ചോദ്യം, 2020 ലോകകപ്പിലെ വേഗമേറിയ സെഞ്ചുറി നേടിയത് ആരാണ്? ഉത്തരം ഫിൻ അലൻ, ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡ് താരമായ ഫിൻ അലൻ ആണ് 2020 ലോകകപ്പിലെ വേഗമേറിയ സെഞ്ചുറി നേടിയ താരം. അടുത്ത ചോദ്യം, കേരള ജീനോം ഡാറ്റാ സെന്റർ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരള ജീനോം ഡാറ്റാ സെന്റർ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, വിജ്ഞാന കേരളം കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഉത്തരം സാന്ത്വന മിത്രം. വിജ്ഞാന കേരളം കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാന്ത്വന മിത്രം. അടുത്ത ചോദ്യം, ആരോഗ്യവകുപ്പിന്റെ രക്തദാന പോർട്ടലിന്റെ പേര് എന്താണ്? ഉത്തരം ജീവധാര. ആരോഗ്യവകുപ്പിന്റെ രക്തദാന പോർട്ടലിന്റെ പേരാണ് ജീവധാര. അടുത്ത ചോദ്യം, GI ടാഗ് ലഭിച്ച കർബി ആംഗ്ലോങ് ഇഞ്ചി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏത്? ഉത്തരം അസം. GI ടാഗ് ലഭിച്ച കർബി ആംഗ്ലോങ് ഇഞ്ചി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് അസം. അടുത്ത ചോദ്യം, 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം മേത്തിൽ രാധാകൃഷ്ണൻ. മേത്തിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. അടുത്ത ചോദ്യം, കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സൈക്കിൾ സവാരി പഠിപ്പിക്കുന്ന സർക്കാർ പദ്ധതി ഏത്? ഉത്തരം വിജ്ഞാന കേരളം. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സൈക്കിൾ സവാരി പഠിപ്പിക്കുന്ന സർക്കാർ പദ്ധതിയാണ് വിജ്ഞാന കേരളം. അടുത്ത ചോദ്യം, 6G സാങ്കേതിക വിദ്യയിൽ സഹകരിക്കുന്നതിനായി ഇന്ത്യ ഏത് രാജ്യവുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു? ഉത്തരം ഫിൻലാൻഡ്. 6G സാങ്കേതിക വിദ്യയിൽ സഹകരിക്കുന്നതിനായി ഇന്ത്യ ഫിൻലാൻഡുമായാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കേന്ദ്രം ഏത്? ഉത്തരം സാനന്ദ്, ഗുജറാത്ത്. ഗുജറാത്തിലെ സാനന്ദിലാണ് രാജ്യത്തെ ആദ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ കേന്ദ്രം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, 2026 മാർച്ചിൽ അമേരിക്കൻ അന്തർവാഹിനി കടലിൽ മുക്കിയ ഇറാൻ കപ്പൽ ഏത്? ഉത്തരം IRIS ദേന. 2026 മാർച്ചിൽ അമേരിക്കൻ അന്തർവാഹിനി കടലിൽ മുക്കിയ ഇറാൻ കപ്പലാണ് IRIS ദേന. അടുത്ത ചോദ്യം, ഗർഭാശയ ഗളാർബുദം തടയാൻ പെൺകുട്ടികൾക്ക് നൽകുന്ന ദേശീയ HPV വാക്സിൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് എവിടെ? ഉത്തരം അജ്മീർ, രാജസ്ഥാൻ. രാജസ്ഥാനിലെ അജ്മീറിലാണ് ഗർഭാശയ ഗളാർബുദം തടയാൻ പെൺകുട്ടികൾക്ക് നൽകുന്ന ദേശീയ HPV വാക്സിൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടന്നത്. അടുത്ത ചോദ്യം, കേരള പോലീസ് സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ മലപ്പുറം ജില്ലയിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ പേരെന്താണ്? ഉത്തരം ഓപ്പറേഷൻ സൈഹണ്ട്. കേരള പോലീസ് സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ മലപ്പുറം ജില്ലയിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സൈഹണ്ട്. അടുത്ത ചോദ്യം, 2026 മാർച്ചിൽ JC ഡാനിയലിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെ? ഉത്തരം ചിത്രാഞ്ജലി സ്റ്റുഡിയോ. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് 2026 മാർച്ചിൽ JC ഡാനിയലിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ റിംഗ് മെട്രോ നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം ഡൽഹി. അടുത്ത ചോദ്യം, 2027 ജനസംഖ്യാ സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ. ഉത്തരം പ്രഗതി, വികാസ്. പ്രഗതി, വികാസ് എന്നിവയാണ് 2027 ജനസംഖ്യാ സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ നടക്കുന്ന ഫ്രോസൺ ലേക്ക് ഓഫ് മാരത്തണിന് ഗിന്നസ് റെക്കോർഡ് നേടുന്ന തടാകം ഏത്? ഉത്തരം പാങ്ക്യോങ് തടാകം. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ നടക്കുന്ന ഫ്രോസൺ ലേക്ക് ഓഫ് മാരത്തണിന് ഗിന്നസ് റെക്കോർഡ് നേടുന്ന തടാകമാണ് പാങ്ക്യോങ് തടാകം. അടുത്ത ചോദ്യം, പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ വേദി. ഉത്തരം ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലാണ് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നടക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 93ാമത് ഗ്രാൻഡ് മാസ്റ്റർ. ഉത്തരം ആരവ് ഡംഗ്ല. ഇന്ത്യയുടെ 93ാമത്
ഗ്രാൻഡ് മാസ്റ്ററാണ് ആരവ് ഡംഗ്ല. അടുത്ത ചോദ്യം, 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം കർണാടക. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം നടപ്പിലാക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി മാറുകയാണ്. അടുത്ത ചോദ്യം, വർദ്ധിച്ചു വരുന്ന മനുഷ്യ മൃഗ സംഘർഷം പരിഹരിക്കുന്നതിനായി വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നതിനായി ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച പദ്ധതി. ഉത്തരം കഠിന മിത്ര. വർദ്ധിച്ചു വരുന്ന മനുഷ്യമൃഗ സംഘർഷം പരിഹരിക്കുന്നതിന് ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രം വനവകുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി ചേർന്ന് നടത്തുന്ന പദ്ധതിയാണ് കഠിന മിത്ര. അടുത്ത ചോദ്യം, കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനും സമഗ്ര പുനരധിവാസത്തിനുമായി കുടുംബശ്രീ മാതൃകയിൽ ആരംഭിക്കുന്ന പുതിയ പദ്ധതി. ഉത്തരം സുശക്തി മിഷൻ. കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനും സമഗ്ര പുനരധിവാസത്തിനുമായി കുടുംബശ്രീ മാതൃകയിൽ ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് സുശക്തി മിഷൻ. അടുത്ത ചോദ്യം, 2026 2020 ലോകകപ്പ് ലോക കിരീടം നേടിയ ടീം. ഉത്തരം ഇന്ത്യ. ഇന്ത്യയാണ് 2026 2020 ലോകകപ്പ് കിരീടം നേടിയത്. ലോകകപ്പിന്റെ മുഴുവൻ ഡീറ്റെയിൽസും അടങ്ങിയ ഷോർട്സ് നമ്മൾ ആ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നതാണ്. അതുകൂടി നോക്കി അതിലെ ബാക്കി കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനുകൾ കൂടി പഠിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് ഭയരഹിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതി. ഉത്തരം നിർഭയ നിശ. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് ഭയരഹിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് നിർഭയ നിശ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീ ശാക്തീകരണ സന്ദേശവുമായി ന്യൂഡൽഹി കർത്തവ്യ പഥിൽ സംഘടിപ്പിക്കുന്ന പദയാത്ര. ഉത്തരം ശക്തി വാക്ക്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീ ശാക്തീകരണ സന്ദേശവുമായി ന്യൂഡൽഹി കർത്തവ്യ പഥിൽ സംഘടിപ്പിച്ച പദയാത്രയാണ് ശക്തി വാക്ക്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ ഭാഷാ AI പ്ലാറ്റ്ഫോമിന്റെ പേരെന്ത്? ഉത്തരം ഭാഷിണി. കേന്ദ്ര സർക്കാരിന്റെ ഭാഷാ AI പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഭാഷിണി. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ കളർ ഫോട്ടോ പതിപ്പിക്കുന്ന സമ്പ്രദായം നിലവിൽ വന്ന സംസ്ഥാനം. ഉത്തരം ബീഹാർ. രാജ്യത്ത് ആദ്യമായി വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ കളർ ഫോട്ടോ പതിപ്പിക്കുന്ന സമ്പ്രദായം നിലവിൽ വന്ന സംസ്ഥാനമാണ് ബീഹാർ. അടുത്ത ചോദ്യം, കേരള പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള ഓൺലൈൻ സംവിധാനം ഏത്? ഉത്തരം ഐകോപ്സ്. കേരള പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള ഓൺലൈൻ സംവിധാനത്തിന്റെ പേരാണ് ഐകോപ്സ്. അടുത്ത ചോദ്യം, 2026 കുമാരനാശാൻ മലയാള കവി പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം സച്ചിദാനന്ദൻ. സച്ചിദാനന്ദനാണ് 2026 കുമാരനാശാൻ മലയാള കവി പുരസ്കാരത്തിന് അർഹനായത്. അടുത്ത ചോദ്യം, 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം സീതാകാന്ത മഹാപാത്ര. സീതാകാന്ത മഹാപാത്രയ്ക്കാണ് 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹത നേടിയത്. അടുത്ത ചോദ്യം, വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും കന്നുകാലികളെയും ഇടനിലക്കാരില്ലാതെ വാങ്ങാനും വിൽക്കാനുമായി കേരള മൃഗസംരക്ഷണ വകുപ്പ് പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏത്? ഉത്തരം ലാപ്ടോപ്പ്. ലൈവ് സ്റ്റോക്ക് ആൻഡ് പെറ്റ്സ് ട്രേഡിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും കന്നുകാലികളെയും ഇടനിലക്കാരില്ലാതെ വാങ്ങാനും വിൽക്കാനുമായി കേരള മൃഗസംരക്ഷണ വകുപ്പ് പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ലാപ്ടോപ്പ്. അടുത്ത ചോദ്യം, 6ാമത് അക്ഷര പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം UK കുമാരൻ. UK കുമാരനാണ് 6ാമത് അക്ഷര പുരസ്കാരത്തിന് അർഹനായത്. അടുത്ത ചോദ്യം, കുടിവെള്ള വിതരണ സംവിധാനം ഡിജിറ്റൽ ആയി നിരീക്ഷിക്കുന്നതിനുള്ള ഏകീകൃത ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഉത്തരം സുജലം ഭാരത്. കുടിവെള്ള വിതരണ സംവിധാനം ഡിജിറ്റലായി നിരീക്ഷിക്കുന്നതിനുള്ള ഏകീകൃത ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഉത്തരം സുജലം ഭാരത്. അടുത്ത ചോദ്യം,
നിർബന്ധിത മതപരിവർത്തനത്തിനെതിരായ മതസ്വാതന്ത്ര്യ ബില്ല് 2026 അംഗീകാരം നൽകിയ സംസ്ഥാനം? ഉത്തരം ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡാണ് നിർബന്ധിത മതപരിവർത്തനത്തിനെതിരായ മതസ്വാതന്ത്ര്യ ബിൽ 2026 അംഗീകരിച്ചത്. അടുത്ത ചോദ്യം, കേരളം സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതിയായ മറൈൻ ഇക്കോ സിറ്റി നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം കൊച്ചി. കൊച്ചി മറൈൻ ഡ്രൈവിലാണ് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതിയായ മറൈൻ ഇക്കോ സിറ്റി നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം ആർ വൈരമുത്തു. ആർ വൈരമുത്തു ആണ് 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. അടുത്ത ചോദ്യം, 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത്. അടുത്ത ചോദ്യം, ചൊവ്വ ഗ്രഹത്തിന് സമാനമായ സാഹചര്യങ്ങൾ പഠിക്കുന്നതിനായി നാസ തിരഞ്ഞെടുത്ത ദ്വീപ്? ഉത്തരം ഡേവൺ ഐലൻഡ്. ചൊവ്വ ഗ്രഹത്തിന് സമാനമായ സാഹചര്യങ്ങൾ പഠിക്കുന്നതിനായി നാസ തിരഞ്ഞെടുത്ത ദ്വീപാണ് ഡേവൺ ഐലൻഡ്. അടുത്ത ചോദ്യം, BCCIയുടെ 2025 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ശുഭ്മാൻ ഗിൽ. BCCIയുടെ 2025 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ശുഭ്മാൻ ഗിൽ. അടുത്ത ചോദ്യം, യോഗ, കളരി, നാടൻ കലകൾ എന്നിവ പഠിപ്പിക്കാൻ ഫോക്ലോർ അക്കാദമിയുമായി ചേർന്ന് നാടൻ കലാമണ്ഡലം ആരംഭിക്കുന്ന സർവകലാശാല? ഉത്തരം കണ്ണൂർ സർവകലാശാല. കണ്ണൂർ സർവകലാശാലയാണ് ഫോക്ലോർ അക്കാദമിയുമായി ചേർന്ന് നാടൻ കലാമണ്ഡലം ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം, അമൃത് 1ാം ഘട്ടം മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ ദേശീയ അംഗീകാരം നേടിയ കേരളത്തിലെ നഗരസഭകൾ ഏതെല്ലാം? ഉത്തരം ഗുരുവായൂർ, കൊച്ചി. അമൃത് പദ്ധതിയുടെ 1ാം ഘട്ടം മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ ദേശീയ അംഗീകാരം നേടിയ കേരളത്തിലെ നഗരസഭകളാണ് ഗുരുവായൂർ, കൊച്ചി. അടുത്ത ചോദ്യം, പോൾ വാൾട്ടിൽ 15ാമത് തവണയും ലോക റെക്കോർഡ് പുതുക്കിയത് ആരാണ്? ഉത്തരം അർമാൻ ഡുപ്ലന്റിസ്. അർമാൻ ഡുപ്ലന്റിസ് ആണ് പോൾ വാൾട്ടിൽ 15ാമത് തവണയും ലോക റെക്കോർഡ് പുതുക്കിയത്. അടുത്ത ചോദ്യം, ഏഷ്യൻ ടെലികോം മാഗസിന്റെ ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ടെലികോം കമ്പനി ഏത്? ഉത്തരം കെ ഫോൺ. ഏഷ്യൻ ടെലികോം മാഗസിന്റെ ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കമ്പനിയാണ് കെ ഫോൺ. അടുത്ത ചോദ്യം, BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം? ഉത്തരം രാഹുൽ ദ്രാവിഡ്. BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് രാഹുൽ ദ്രാവിഡ്. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ എന്ന റെക്കോർഡ് കുറിച്ചത് ആരാണ്? ഉത്തരം മാക്സ് ഡോമാൻ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ എന്ന റെക്കോർഡ് കുറിച്ചത് മാക്സ് ഡോമാൻ. അടുത്ത ചോദ്യം, ഇറാന്റെ എണ്ണയുൽപാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ദ്വീപ്? ഉത്തരം ഗാർഗ് ദ്വീപ്. ഗാർഗ് ദ്വീപാണ് ഇറാന്റെ എണ്ണയുൽപാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ദ്വീപ്. അടുത്ത ചോദ്യം, രാജ്യാന്തര പരിസ്ഥിതി സംരക്ഷണ സംഘടനയായ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് നേച്ചറിന്റെ വംശനാശ ഭീഷണി പഠിക്കുന്ന കമ്മീഷന്റെ കോർഡിനേറ്ററായ മലയാളി ആരാണ്? ഉത്തരം ഡോക്ടർ ധനീഷ് ഭാസ്കർ. രാജ്യാന്തര പരിസ്ഥിതി സംരക്ഷണ സംഘടനയായ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് നേച്ചറിന്റെ വംശനാശ ഭീഷണി പഠിക്കുന്ന കമ്മീഷന്റെ കോർഡിനേറ്ററായ മലയാളിയാണ് ഡോക്ടർ ധനീഷ് ഭാസ്കർ. അടുത്ത ചോദ്യം, മത്സ്യബന്ധന ബോട്ടുകൾക്കും കപ്പലുകൾക്കും ഗതി നിർണയ സേവനങ്ങൾ നൽകുന്ന ഇന്ത്യയുടെ ഉപഗ്രഹ ശൃംഖല? ഉത്തരം നാവിക്. മത്സ്യബന്ധന ബോട്ടുകൾക്കും കപ്പലുകൾക്കും ഗതിനിർണയ സേവനങ്ങൾ നൽകുന്ന ഇന്ത്യയുടെ ഉപഗ്രഹ ശൃംഖലയാണ് നാവിക്. അടുത്ത ചോദ്യം, മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്?
ഡോക്ടർ ജയന്തി കുമരേഷ്. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ജയന്തി കുമരേഷ്. അടുത്ത ചോദ്യം, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച മലയാള നോവൽ. ഉത്തരം എൻ പ്രഭാകരന്റെ മായാമനുഷ്യൻ. എൻ പ്രഭാകരന്റെ മായാമനുഷ്യൻ എന്ന നോവലിനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച നോവൽ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 94ാമത് ഗ്രാൻഡ് മാസ്റ്റർ. ഉത്തരം മായങ്ക് ചക്രവർത്തി. ഇന്ത്യയുടെ 94ാമത് ഗ്രാൻഡ് മാസ്റ്ററാണ് മായങ്ക് ചക്രവർത്തി. അടുത്ത ചോദ്യം, 2026 ഓസ്കർ അവാർഡ്സിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 2025 ഓസ്കാർ അവാർഡ്സിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. അടുത്ത ചോദ്യം, 2024-25 വർഷത്തെ മികച്ച വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റർ. ഉത്തരം സ്മൃതി മന്ദാന. 2024-25 വർഷത്തെ മികച്ച വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്ററായി തിരഞ്ഞെടുത്തത് ഇന്ത്യൻ താരമായ സ്മൃതി മന്ദാനയെയാണ്. അടുത്ത ചോദ്യം, കുട്ടികളിലെ ഗുരുതര വൃക്കരോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഉത്തരം പ്രതീക്ഷ. കുട്ടികളിലെ ഗുരുതര വൃക്കരോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രതീക്ഷ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ അവയവദാതാക്കൾക്കുള്ള സ്മാരകമായ വേവ് ഓഫ് ലൈഫ് സ്ഥാപിതമാകുന്നത് എവിടെ? ഉത്തരം കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ അവയവദാതാക്കൾക്കുള്ള സ്മാരകമായ വേവ് ഓഫ് ലൈഫ് സ്ഥാപിതമാക്കുന്നത് കൊച്ചിയിലാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ സ്വന്തം കറൻസി നോട്ടുകളിൽ നിന്ന് പ്രമുഖ വ്യക്തികളുടെ ചിത്രങ്ങൾ ഒഴിവാക്കി പകരം തദ്ദേശീയമായ വന്യജീവികളുടെയും പ്രകൃതി ദൃശ്യങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം. ഉത്തരം ബ്രിട്ടൻ. ബ്രിട്ടനാണ് അടുത്തിടെ സ്വന്തം കറൻസി നോട്ടുകളിൽ നിന്ന് പ്രമുഖ വ്യക്തികളുടെ ചിത്രങ്ങൾ ഒഴിവാക്കി പകരം തദ്ദേശീയമായ വന്യജീവികളുടെയും പ്രകൃതി ദൃശ്യങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം. അടുത്ത ചോദ്യം, കേരളത്തിൽ അപൂർവ രോഗങ്ങൾ ബാധിച്ചവർക്ക് മികച്ച ചികിത്സയും സേവനങ്ങളും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച സമഗ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഉത്തരം കെയർ പോർട്ടൽ. കേരളത്തിൽ അപൂർവ രോഗങ്ങൾ ബാധിച്ചവർക്ക് മികച്ച ചികിത്സയും സേവനങ്ങളും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച സമഗ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കെയർ പോർട്ടൽ. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ നിന്ന് ശേഖരിച്ച മണ്ണിൽ കൃഷി ചെയ്ത കടല ഇനം. ഉത്തരം മൈലസ്. മൈലസ് എന്ന കടല ഇനമാണ് ചന്ദ്രനിൽ നിന്ന് ശേഖരിച്ച മണ്ണിൽ കൃഷി ചെയ്തത്. അടുത്ത ചോദ്യം, 2026 വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത്. ഉത്തരം രാകേഷ് ശർമ്മ. 2026 വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത് രാകേഷ് ശർമ്മ. അടുത്ത ചോദ്യം, ആരവല്ലി മലനിരകളെ നിർവചിക്കുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച 10 അംഗ ഉന്നതാധികാര വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ. ഉത്തരം കാഞ്ചൻ ദേവി. കാഞ്ചൻ ദേവിയാണ് ആരവല്ലി മലനിരകളുടെ നിർവചിക്കുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച 10 അംഗ ഉന്നതാധികാര വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമായ നെവോഡോ ഓജോസ് ഡെൽ സാലഡോ കീഴടക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിത. ഉത്തരം അർപ്പിത ബത്ര. അർപ്പിത ബത്രയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമായ നെവോഡോ ഓജോസ് ഡെൽ സാലഡോ കീഴടക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിത. അടുത്ത ചോദ്യം, 2026 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം. ഉത്തരം ഇന്ത്യ. ഇന്ത്യയാണ് 2026 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത്. അടുത്ത ചോദ്യം, 2026 ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് ഫോർമുല 1 മത്സരത്തിൽ വിജയിച്ചത്. ഉത്തരം കിമി ആന്റണലി. 2026 ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് ഫോർമുല 1 മത്സരത്തിൽ വിജയിച്ചത് കിമി ആന്റണലി. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് ഗാർഡൻ ഏത്? ഉത്തരം ഇന്ദിരാഗാന്ധി ട്യൂലിപ്പ് ഗാർഡൻ, ജമ്മു കാശ്മീർ.
ജമ്മു കാശ്മീരിലെ ഇന്ദിരാഗാന്ധി ട്യൂലിപ്പ് ഗാർഡൻ ആണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് ഗാർഡൻ. അടുത്ത ചോദ്യം, 2026 മാർച്ചിൽ അന്തരിച്ച രാജ്യത്തെ ആദ്യ വൃക്കമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ. ഉത്തരം ഡോക്ടർ KV ജോണി. KV ജോണിയാണ് രാജ്യത്തെ ആദ്യത്തെ വൃക്കമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ. അദ്ദേഹം 2026 മാർച്ചിൽ അന്തരിച്ചു. അടുത്ത ചോദ്യം, കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതി ഏത്? ഉത്തരം മാലാഖ പദ്ധതി. കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതിയാണ് മാലാഖ പദ്ധതി. അടുത്ത ചോദ്യം, അടുത്തിടെ ഇസ്രായേൽ ആക്രമിച്ച ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടം. ഉത്തരം സൗത്ത് പാഴ്സ്. അടുത്തിടെ ഇസ്രായേൽ ആക്രമിച്ച ഇറാനിലെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടമാണ് സൗത്ത് പാഴ്സ്. അടുത്ത ചോദ്യം, 2026 മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം ടു പീപ്പിൾ എക്സ്ചേഞ്ചിങ് സലൈവ എന്ന ചിത്രത്തിലൂടെ നേടിയ ഇന്ത്യൻ വംശജനായ സംവിധായകൻ ആര്? ഉത്തരം അലക്സാണ്ടർ സിംഗ്. 2026 മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കർ പുരസ്കാരം നേടിയ ടു പീപ്പിൾ എക്സ്ചേഞ്ചിങ് സലൈവ എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ ആണ് ഇന്ത്യൻ വംശജനായ സംവിധായകനാണ് അലക്സാണ്ടർ സിംഗ്. അടുത്ത ചോദ്യം, കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ അടുത്തിടെ കണ്ടെത്തിയ വെല കർലി എന്ന ശുദ്ധജല ഞണ്ടുകളിൽ കാണപ്പെട്ട ഒരേ ശരീരത്തിൽ ആൺ പെൺ ജീവശാസ്ത്രപരമായ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്ന അപൂർവ പ്രതിഭാസം. ഉത്തരം ഗൈനാൻഡ്രോമോർഫി. കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ അടുത്തിടെ കണ്ടെത്തിയ വെല കർലി എന്ന ശുദ്ധജല ഞണ്ടുകളിൽ കാണപ്പെട്ട ഒരേ ശരീരത്തിൽ ആൺ പെൺ ജീവശാസ്ത്രപരമായ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്ന അപൂർവ പ്രതിഭാസമാണ് ഗൈനാൻഡ്രോമോർഫി. അടുത്ത ചോദ്യം, 2026 ആയുർവേദ ഗൗരവ് സമ്മാൻ നേടിയ മലയാളി. ഉത്തരം PM വാര്യർ. മലയാളിയായ PM വാര്യറാണ് 2026 ആയുർവേദ ഗൗരവ് സമ്മാൻ നേടിയത്. അടുത്ത ചോദ്യം, കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് 2025 നേടിയത്. ഉത്തരം നീത അംബാനി. നീത അംബാനിയാണ് കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് 2025 നേടിയത്. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച ആദ്യ സംസ്ഥാനം. ഉത്തരം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനമാണ് ഭിന്നശേഷിക്കാർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. അടുത്ത ചോദ്യം, 2026 പുറത്തുവിട്ട വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഒന്നാമതുള്ള രാജ്യം. ഉത്തരം ഫിൻലാൻഡ്. ഫിൻലാൻഡാണ് 2026 പുറത്തുവിട്ട വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഒന്നാമതുള്ള രാജ്യം. അടുത്ത ചോദ്യം, ചരിത്ര പ്രസിദ്ധമായ പ്രാമ്പനൻ ക്ഷേത്ര സമുച്ചയം പുനരുദ്ധരിക്കാൻ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം. ഉത്തരം ഇന്തോനേഷ്യ. ചരിത്ര പ്രസിദ്ധമായ പ്രാമ്പനൻ ക്ഷേത്ര സമുച്ചയം പുനരുദ്ധരിക്കാൻ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം, 2026 ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ഫുട്ബോൾ ജേതാക്കളായ സെനഗലിനെ ടൂർണമെന്റ് അച്ചടക്ക സമിതി അയോഗ്യരാക്കിയ ശേഷം ഏത് രാജ്യത്തെയാണ് ജേതാക്കളായി പ്രഖ്യാപിച്ചത്? ഉത്തരം മൊറോക്കോ. 2026 ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ഫുട്ബോളിൽ ജേതാക്കളായ സെനഗലിനെ ടൂർണമെന്റ് അച്ചടക്ക സമിതി അയോഗ്യരാക്കിയ ശേഷം ഏത് രാജ്യത്തെയാണ് ജേതാക്കളായി പ്രഖ്യാപിച്ചത്? ഉത്തരം മൊറോക്കോ. അടുത്ത ചോദ്യം, തായ്ലൻഡിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം അനുദിൻ ചാൻ വിരാക്കോൾ. തായ്ലൻഡിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അനുദിൻ ചാൻ വിരാക്കോൾ.